അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രദേശങ്ങളിൽ ഓഫീസ് ആക്രമിക്കലും അദ്ദേഹത്തെ ആക്രമിക്കലും വീടിന് നേരെയുള്ള ആക്രമണവും ഒക്കെ നടത്തി മുന്നോട്ട് പോയിട്ടും അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു മാനസികമായ കരുത്ത് ഉണ്ടാക്കിയെടുത്ത ആളുകളാണ് ഈ ധർമ്മടം നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും മറ്റ് സംഘടനകളുടെയും നേതാക്കന്മാരെന്നുള്ളത് കൊണ്ട് പഴയതുപോലെയുള്ള പ്രയാസങ്ങൾ ഇപ്പോഴില്ല. മനക്കരുത്ത് കൊണ്ട് അതുപോലെ തന്നെ കഠിനാധ്വാനം കൊണ്ട് ഈ പ്രദേശങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം കൂടി വളരെ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകും. പലരും പറയാറുണ്ട് പിണറായി വിജയന്റെ മണ്ഡലമല്ലേ, അവിടെ എന്തെങ്കിലും നടക്കുമോ? പക്ഷേ കോൺഗ്രസിന്റെ 2 സംഘടനാ ബ്ലോക്കുകളും ചക്കരക്കല്ല് ബ്ലോക്കിലും അതുപോലെ തന്നെ ധർമ്മടം ബ്ലോക്കിലുമെല്ലാം കൃത്യമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട 2 ബ്ലോക്കുകളാണ് ധർമ്മടം എന്നതിൽ കൂടി നമുക്ക് സന്തോഷിക്കാനുള്ള വകയും. മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും കടന്നു പോകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നമ്മൾ നിൽക്കുക. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായി ഇപ്പോൾ അറിയപ്പെടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പാറപ്പുറത്ത് രൂപീകരിച്ച് കണ്ണൂർ ജില്ല അതിൻ്റെ കേഡർ സംവിധാനത്തിൽ അതിൻ്റെ നേതൃ ബാഹുല്യത്തിൽ സംസ്ഥാനത്തും അഖിലേന്ത്യാ തലത്തിലുമെല്ലാം ഈ കണ്ണൂർ ജില്ലയിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ ജില്ലക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ഏതെങ്കിലും ഒരു പോഷക സംഘടനയിൽ, ബഹുജന സംഘടനയിൽ ഉന്നത സ്ഥാനം വഹിക്കാത്ത ഒരു തലവുമില്ല. അത് സംസ്ഥാന തലത്തിലായാലും അത് അഖിലേന്ത്യാ തലത്തിലായാലും കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള നേതൃരംഗത്തുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ CPM തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യത്തിലൂടെ അല്ലെങ്കിൽ പരസ്പര പോരാട്ടത്തിലൂടെ, ആശയ പോരാട്ടത്തിലൂടെ ഒരുപക്ഷെ നമുക്കും കരുത്തു പകർന്നിരുന്ന ഒരു പാർട്ടി CPM പാർട്ടിയാണ്. കോൺഗ്രസിന് ഇത്രയധികം വേരുറപ്പിക്കാൻ, കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വേരുറപ്പിക്കാൻ, അവരുടെ ആശയങ്ങളുടെ പാപ്പരത്വം നമുക്ക് ജനങ്ങളിലേക്ക് അറിയിക്കാൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാട്ടങ്ങളിൽ, സംഘടനകളിൽ, സംഘർഷങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളായിട്ടുണ്ടെങ്കിൽ പോലും ആശയ പോരാട്ടം നടത്താൻ നമുക്ക് പറ്റിയ ഒരു ഇര കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. പക്ഷെ ആ പാർട്ടി ദൗർഭാഗ്യവശാൽ അതിൻ്റെ അവസാനത്തിന്റെ തുടക്കം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കണ്ണൂർ ജില്ലയിൽ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള വിമത ശബ്ദങ്ങൾ, പൊട്ടിത്തെറികൾ, പ്രയാസങ്ങൾ, അത് ആ പാർട്ടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഉണ്ടായതുപോലെ, ത്രിപുരയിൽ ഉണ്ടായതുപോലെ കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളും, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. പക്ഷെ ഇന്നും ദേശീയ തലത്തിൽ BJPയോട് പോരടിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് നിലകൊണ്ട് മുന്നോട്ട് പോവാൻ. അവിടെ 2 ഓപ്ഷനുകളേ ഉള്ളൂ, കോൺഗ്രസും BJPയും എന്നുള്ള രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ പ്രവർത്തിച്ച മേഖലകളിൽ